ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ തോൽക്കില്ല ഞാൻ എന്ന കവിതയാണ്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? തോൽക്കില്ല ഞാൻ. ആദ്യം ഈ കവിതയൊന്ന് ഈണത്തിൽ ചൊല്ലി നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ആശയം വിശദമാക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്കായിട്ട് ഞാൻ ഇതിൻ്റെ ആശയം എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ കവിത എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ആൻസറും ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസിന് പുറമെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക അതും അതിൻ്റെ ആൻസേഴ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേരിയോടൊന്നു ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരയ്ക്കയത്രേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. പട്ടുകുമ്പാള കോണമുടുത്തു, പ്ലാവില പൊൻകിരീടവും വെച്ചു, പയ്യേ പയ്യേ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ, തൻ കരത്താൽ മുഖം മറച്ചെന്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമൂനിനെന്തു നീ കൂട്ടി നീ പെണ്ണെ, മീമീ ചുട്ടതാണമ്മച്ചി തന്നേ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ, മാന്തളിനൊറ്റ കണ്ണല്ലയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ്. ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട്. ഒരു കവിത വായിക്കൂ. നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച മുന്തിരിങ്ങ എന്ന കഥ എന്താണ്? അതൊരു റഷ്യൻ കഥയാണ്. ഭക്ഷണവും കുട്ടികളുമായിരുന്നു അതിലുള്ള വിഷയം. അതുപോലെ ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ എന്താണ്? നമ്മുടെ ഭാഷയിൽ, നമ്മുടെ മലയാള ഭാഷയിലുമുണ്ട്. അതുപോലത്തെ ഒരു കവിത നമുക്ക് വായിക്കാം. കവിതയുടെ പേരെന്താണ്? തോൽക്കില്ല ഞാൻ. തോൽക്കില്ല ഞാൻ. മേരിയോടെന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരക്കയത്രേ. മേരിയോടെന്താണ് ചോദിച്ചു? ഞങ്ങൾ എന്താണ് ചോദിച്ചത്? ഞങ്ങളാണല്ലേ. ആരാണ് ഈ ഞങ്ങൾ? നമുക്ക് കവിത വായിച്ച് അവസാനം എത്തുമ്പോൾ അറിയാം. അതായത് ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ, ആരോ ഞങ്ങൾ അല്ലേ. എന്താണ് ചോദിച്ചത്? മേരിയോട് ചോദിക്കുകയാണല്ലേ, പേരെന്താ കുട്ടി, പേരെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ മേരി എന്താണ് പറഞ്ഞത്? പേരക്കയത്രേ, പേരക്ക എന്ന് പറഞ്ഞു. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ. അതായത് നാണം കെട്ടിട്ട് എന്താണ് ചോദ്യം മതിയാക്കില്ല. നമ്മളെന്താണ് അടുത്ത ചോദ്യം ചോദിച്ചു. എന്താണ് അടുത്ത ചോദ്യം? നാടെന്താ കുട്ടി, നാട് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നാരങ്ങയത്രേ, നാരങ്ങ എന്ന് പറഞ്ഞു അല്ലേ. നമ്മളതുപോലെ പറയലുണ്ടല്ലേ, കുസൃതിയിലുള്ള ഉത്തരമാണ് കുട്ടി പറയുന്നതല്ലേ. അപ്പം വളരെ കുസൃതിയായിട്ടുള്ളൊരു കുട്ടിയാണ് മേരി അല്ലേ. നമ്മളെന്താണ് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പേരക്ക എന്ന് പറയും, നാടെന്താണെന്ന് ചോദിക്കുമ്പോൾ നാരങ്ങ എന്ന് പറയും. ഒരു കുസൃതിയിലുള്ള ഉത്തരങ്ങളാണല്ലേ പറയുന്നത്. പട്ടുകൂമ്പാള കോണമുടുത്തു, പ്ലാവില പൊൻ കിരീടവും വെച്ചു, പയ്യെ പയ്യെ എത്തെങ്ങിൻ മടലിൽ പൈക്കിടാവിനെ യാട്ടിത്തെളിച്ചു. എന്താണ് പട്ടുകൂമ്പാള കോണമുടുത്തു? അതായത് കൂമ്പാളത്തിൻ്റെ കോണം എടുത്തിട്ട്, അതായത് കൂമ്പാളം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് കൂമ്പാള, കവുങ്ങിൻ്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോള. അതായത് നമ്മുടെ കവുങ്ങില്ലേ, തെങ്ങല്ല, കവുങ്ങ്, അടക്കൊക്കെ ഉണ്ടാവുന്ന കവുങ്ങ്. ആ കവുങ്ങിൻ്റെ പൂങ്കുലല്ലേ, ചെറിയ കൊലകൊലായിട്ടുള്ള പൂവ്. അതായത് അടക്ക ഉണ്ടാവുന്നതിന് മുന്നേ എന്താണ് പൂവാണ് ഉണ്ടാവുമല്ലേ. ആ പൂവാണ് പിന്നെ അടക്കയായി മാറുന്നത്. അപ്പോൾ ആ പൂങ്കുലയെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇളം മഞ്ഞ പോള ഉണ്ടാവും. ആ ഒരു ചെറിയൊരു പോളുണ്ട്. അത് എന്താണ് കോണമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മേരി അല്ലേ. മേരി എന്താണ് കോണം, അതായത് അരയുടെ കീപ്പട്ടായിട്ടൊരു തുണി പോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക, കോണം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പട്ടുകൂമ്പാള കോണം എടുത്തു അല്ലേ. ആ കൂമ്പാളയുടെ കോണാണ് എടുത്തതല്ലേ, കോണം പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പ്ലാവിലെ പൊൻ കിരീടവും വെച്ചു. അതായത് പ്ലാവിൻ്റെ പഴുത്ത ഇലയില്ലേ, ആ ഇല കൊണ്ട് എന്താണ് കിരീടം പോലെ ഇങ്ങനെ തലയിൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പയ്യെ പയ്യെ തെങ്ങിൻ മടലിൽ പൈക്കിടാവിനെ യാട്ടിത്തെളിച്ചു. അതായത് പയ്യെ പയ്യെ, അതായത് പതുക്കെ പതുക്കെ, മെല്ലെ മെല്ലെയാണ് നടക്കുന്നതല്ലേ. അപ്പോൾ ചെറിയൊരു കുട്ടിയാണല്ലേ. അപ്പോൾ തെങ്ങിൻ്റെ മടൽ, അതായത് തെങ്ങിൻ്റെ ഓലല്ലേ, ഓല അല്ലാത്ത ആ മടൽ ഭാഗമല്ലേ, ആ കമ്പ്, ആ മടലിൻ്റെ അതിനെ കൊണ്ട് എന്താണ് ഒരു പൈക്കിടാവിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആരോ ഒന്ന്. അതായത് നമ്മുടെ മേരിക്ക് എന്താണ് ഒരു പൈക്കിടാവിനെ, ഒരു പൈക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട്, അതായത് കൗവിൻ്റെ കുട്ടി, പശുവിൻ്റെ കുട്ടീനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനങ്ങനെ ആട്ടി തെളിച്ചിട്ട് പയ്യെ പയ്യെ മെല്ലെ മെല്ലെ അങ്ങ് നടന്ന് വരികയാണ് നമ്മുടെ മേരി
അല്ലേ, എന്താണ് ഒരു കോണം, പട്ടുകൂമ്പാള കോണം എടുത്തിട്ടുണ്ട്, ഒരു കിരീടം പോലെ പ്ലാവിൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തെങ്ങിൻ്റെ മടലുകൊണ്ട് ഒരു പശുക്കുട്ടിയെ, പൈക്കിടാവിനെ എന്താണ് ഇങ്ങനെ ആട്ടിത്തെളിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് നടന്നു വരികയാണ് നമ്മുടെ മേരി അല്ലേ. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ താൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. നാട് ചോദിച്ചപ്പോൾ മേരി എന്താണ് പറഞ്ഞത്? നാരങ്ങ എന്നല്ലേ പറഞ്ഞത്. അപ്പം നാരങ്ങ എന്ന് പറഞ്ഞ നാട്ടിലെ അല്ലേ, നാരങ്ങയാണ് നാടെന്നാണ് പറഞ്ഞതല്ലേ. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ, അതായത് ലോകപ്രശസ്തമായ വിശ്വപ്രസിദ്ധമായ, അതായത് ലോകം അറിയപ്പെടുന്ന ആ കൊച്ചുറാണി, അതായത് നമ്മുടെ റാണി ആരാണ്? മേരിയാണ് പറയുന്നത്. ആ കൊച്ചുറാണി ഇങ്ങനെ വരുമ്പോൾ, എഴുന്നള്ളുമ്പോൾ അല്ലേ, എന്താണ് തൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അതായത് തൻ കരത്താൽ, അതായത് സ്വന്തം കൈ കൊണ്ട്, കരം എന്ന് പറഞ്ഞാൽ കൈ, ഹാൻഡ്, ആ തൻ കരത്താൽ മുഖം ഇങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. ആര്? അപ്പച്ചൻ പോലും, ഈ കവിയുടെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കുന്നു. അതായത് ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ ഇതൊക്കെ ഇട്ടിട്ടല്ലേ, ഇതൊക്കെ എന്താണ് കോണ കൊടുത്തിട്ട് പ്ലാവിൻ്റെ കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ, നാരങ്ങ എന്ന പ്രശസ്തമായ നാട്ടിലെ റാണി വരുമ്പോൾ, അതായത് നമ്മുടെ മേരി വരുന്നത് ഇങ്ങനെ പയ്യെ പയ്യെ വരുന്നത് കാണുമ്പോൾ എന്താണ് അച്ഛൻ പോലും, എൻ്റെ അച്ഛൻ പോലും പൊട്ടിച്ചിരിക്കും അല്ലേ. അതായത് മുഖം പൊത്തിയിട്ട്, കൈ കൊണ്ട് മുഖം പൊത്തിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും എന്ന് പറയാണ്. അപ്പോൾ കുട്ടി വരുന്നത് കാണാൻ നല്ല രസമാകുമ്പോൾ നമ്മൾ ചിരിക്കും അല്ലേ. അച്ഛൻ വളരെ ഗൗരവത്തിലുള്ള ആളുകളായിരിക്കും പൊതുവേ അല്ലേ. ആ അച്ഛന്മാർ പോലും എന്താണ് ഈ കുട്ടി വരുന്നത് കാണുമ്പോൾ അത്രക്കും രസമാണ്, അതുകൊണ്ട് ആ രസം കൊണ്ട് ചിരിച്ചു പോകും എന്നാണ് പറയുന്നത്. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും. അക്കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. അപ്പോൾ സ്വപ്നം പോലെ അല്ലേ, അത്രക്കും ഭംഗിയാണ് അവളെ കാണാൻ, ആരെ? നമ്മുടെ മേരിയെ കാണാൻ. അപ്പോൾ ആ കിനാവിനെ ആ സ്വപ്നം പോലെ കാണുമ്പോഴെല്ലാം എന്താണ് അമ്മ ചെന്ന് വാരി ഇങ്ങനെ എടുക്കും അല്ലേ. കുട്ടികളെ കാണുമ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ വാരി എടുക്കും അല്ലേ. അപ്പോൾ അത്രക്കും ചെറിയ കുട്ടിയാണെന്നാണ് പറയുന്നതല്ലേ. ഇങ്ങനെ അത്രക്കും സൗന്ദര്യമുള്ള കിനാവ് പോലെ, അതായത് സ്വപ്നം പോലെ സുന്ദരമായ ആ കുട്ടിയെ എന്താണ് അമ്മ കാണുമ്പോൾ എന്താണ് അമ്മ ചെന്ന് വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. അപ്പോൾ ചുറ്റുമായിട്ട് എത്തുന്ന ഞങ്ങൾക്ക് എന്താണ് പണി? വർത്തമാനങ്ങൾ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ ഓരോ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും. അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കവിയും കവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോ സഹോദരങ്ങളോ ആരോ ആണല്ലേ. അപ്പം ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ. അപ്പോൾ എന്താണ് ബാക്കിയുള്ളവരെന്താണ് ഇങ്ങനെ ഓരോ കുട്ടികളെ കാണുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. മാമൂൻ ഇന്നെന്തു കൂട്ടി നീ പെണ്ണേ അല്ലേ. മാമൂന്, അതായത് നമ്മുടെ മാമു, ഭക്ഷണം, ചോറിന് എന്താണ് നിന്ന് കൂട്ടിയത്, എന്തായിരുന്നു കൂട്ടാൻ, എന്താണ് കൂട്ടിയത് നീ പെണ്ണേ നീ എന്താണ് കൂട്ടിയതെന്ന് ചോദിക്കുകയാണ്. അപ്പം മീമി ചുട്ടതാണ് അമ്മച്ചി തന്നേ. മീമി ചുട്ടിട്ടാണ് അമ്മച്ചി തന്നത്, അതായത് മീൻ. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ മാമു മീമി എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ അതുപോലെയാണ് കുട്ടികളോട് നമ്മൾ ചോദിക്കല്ലേ, മാമൂന് എന്താ കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയും മീമി ചുട്ടതാണ് അമ്മച്ചി തന്നത്. അമ്മച്ചി എന്താണ് തന്നത്? മീമി ചുട്ടിട്ടാണ് തന്നത്, അതാണ് ഞാൻ തിന്നത്. അപ്പോൾ കള്ളി നീ അതിൽ എന്തൊക്കെ തിന്നു, അപ്പോൾ അതിൽ മീമിയിൽ എന്തൊക്കെ നീ തിന്നു എന്ന് ചോദിക്കുകയാണല്ലേ. ആ കുട്ടീനെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിപ്പിക്കുകയാണല്ലേ. ആ കുട്ടീനെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, ആ മീനിൽ എന്തൊക്കെ തിന്നു. മേരി എന്താണ് പറയുന്നത് അല്ലേ, മുള്ള് മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ തിന്നു അല്ലേ. കണ്ണ് രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ. അപ്പോൾ എന്താണ് കണ്ണ് രണ്ടും മുള്ളല്ലാത്ത ബാക്കിയൊക്കെ തിന്നെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താണ് അടുത്ത ചോദ്യം എന്താണ്? കണ്ണ് രണ്ടും എന്താണ് വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ എന്ന്, അതായത് വലിയ മരങ്ങളായിട്ട് ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ മുളച്ചിട്ട് വലിയ മീനിൻ്റെ മരങ്ങളായിട്ട് വരൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി എന്താണ് പറയുന്നത്? മാന്തളിനൊറ്റക്കണ്ണല്ലേയുള്ളൂ മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. മാന്തളിനെന്താണ് ഒറ്റക്കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അവൾ കൊഞ്ഞനം കാട്ടും അല്ലേ. രണ്ട് കണ്ണും വയറ്റിൽ മുളക്കൂലെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി എന്താണ് രസകരമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയല്ലേ, രക്ഷപ്പെട്ടു. എങ്ങനെ? മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ എന്താണ് മുളക്കില്ലല്ലോ എന്നുള്ള മട്ടിൽ കൊഞ്ഞനം കുത്തി അവരെ കളിയാക്കി അല്ലേ. കൊഞ്ഞനം ഇങ്ങനെ കാട്ടുക, അതായത് വായ കൊണ്ട് ഗോഷ്ടി കാണിക്കുക അല്ലേ, അവരെ കളിയാക്കി. മാന്തളിന് എന്താണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു സൈഡിൽ എന്താണ് ഇങ്ങനെ ഒറ്റ കണ്ണ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കുട്ടി എന്താണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടാണല്ലേ, കുസൃതിയിലൂടെയാണ് ഉത്തരം പറയുന്നത്. മാന്തളിന് എന്താണ് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ, രണ്ട് കണ്ണുണ്ടായാലല്ലേ മുളക്കുകയുള്ളൂ അല്ലേ, അവർ രണ്ട് കണ്ണും മുളക്കുന്നല്ലേ പറഞ്ഞത്. അപ്പം എന്നിട്ട് മാറി നിന്നിട്ട് കൊഞ്ഞനം കാട്ടാണ്. കെ.സി. ഫ്രാൻസിസ്, പുതിയ മനുഷ്യൻ. കെ.സി. ഫ്രാൻസിസ് എഴുതിയ ഒരു ചെറിയ കവിതയാണ് ഇത്. ഇനി എന്താണ് നമുക്ക് ഇതിലുള്ള ആക്ടിവിറ്റീസ്, അതായത് പ്രവർത്തനങ്ങൾ, ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്തു നോക്കാം. നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരക്കൂ അല്ലേ. നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം നമ്മളെന്താണ് ഫസ്റ്റ് ഇവിടെ തന്നതുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് കൊച്ചുറാണിയുടെ ചിത്രം തന്നത്. പക്ഷെ കവിത വായിച്ചപ്പോൾ ഇതുപോലെയല്ലല്ലോ, കോണ കൊടുത്ത് പ്ലാവിലൻ്റെ കിരീടമൊക്കെ വെച്ചിട്ട് തെങ്ങിമടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ ആട്ടി തെളിച്ചിട്ട് വരുന്ന മേരിയെയാണല്ലേ. മേരിയല്ലേ നമ്മുടെ കൊച്ചുറാണി അല്ലേ. നാരങ്ങ നാട്ടിലെ കൊച്ചുറാണി ആരാണ്? മേരിയാണല്ലേ. അപ്പം മേരിയുടെ ചിത്രം കവിതയിൽ ഇങ്ങനെയാണ് തന്നത്. കവിത വായിച്ചപ്പോൾ നമ്മളെ മനസ്സിലെങ്ങനെയാണ് തെളിയുന്നത്, അതുപോലെ വരക്കാനാണ് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? നമ്മുടെ ചിത്രത്തിലുള്ള കൊച്ചുറാണി ഇങ്ങനെയാണല്ലേ,
പക്ഷേ നമ്മുടെ കവിത വായിച്ചപ്പോൾ അതിലുള്ള കൊച്ചുറാണി എങ്ങനെയാണ്? 2 വ്യത്യാസമുണ്ട് ഇല്ലേ? അതായത് നമ്മുടെ മേരി, കൊച്ചുറാണി എന്ന് പറഞ്ഞ നാരങ്ങനാട്ടിലെ കൊച്ചുറാണി ആരാണ്? നമ്മുടെ മേരിയാണല്ലേ. ഉത്തരം, ചിത്രത്തിലെ റാണി പട്ടുപാവാടയും ബ്ലൗസുമാണ് ധരിച്ചിട്ടുള്ളത്. 2, മനോഹരമായ ശിരോവസ്ത്രവും ഇല കൊണ്ടുള്ള കിരീടവുമുണ്ട്. 3, നാരങ്ങയുടെ പുറത്ത് ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ചിത്രത്തിലെ കൊച്ചുറാണി ഉള്ളത്. ഇനി കവിതയിൽ എങ്ങനെയാണ് നമ്മൾ വായിച്ച കൊച്ചുറാണി എങ്ങനെയാണ്? കവിതയിലെ കൊച്ചുറാണി കൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് അണിഞ്ഞിരിക്കുന്നത്. ഓലമടൽ കൊണ്ടുള്ള പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ട് നിൽക്കുന്നു അല്ലേ കവിതയിലെ കൊച്ചുറാണി. അതായത് നമ്മുടെ മേരി എങ്ങനെയാണ്? കൂമ്പാള കൊണ്ടുള്ള കോണകം, അതായത് കവുങ്ങിൻ്റെ പൂങ്കലൻ്റെ മേലുള്ള ആ പാള, ആ കൂമ്പാള കൊണ്ടുള്ള കോണകവും അതുപോലെ പ്ലാവില കൊണ്ടുണ്ടാക്കിയ കിരീടമൊക്കെ അണിഞ്ഞിട്ടാണ് നമ്മുടെ കവിതയിലുള്ള കൊച്ചുറാണിൻ്റെ വേഷം അല്ലേ, വസ്ത്രം. അതുപോലെ തന്നെ ഓലമടൽ കൊണ്ടുള്ള പൈക്കിടാവിനെ ഇങ്ങനെ ആട്ടി തെളിച്ചാണ് ഇങ്ങനെ നടന്നു വരുന്നതല്ലേ, മെല്ലെ മെല്ലെ. ചെറിയൊരു കുട്ടിയാണല്ലേ. 3rd ക്വസ്റ്റ്യൻ, മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചർച്ച ചെയ്യൂ. അതായത് നമ്മുടെ മുന്തിരിങ്ങ എന്ന തൊട്ട് മുന്നേയുള്ള കവിതയിൽ വാന്യ മുന്തിരിങ്ങ കട്ട് തിന്ന് അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലേ? അതേപോലെ മാന്തൽ തിന്ന നമ്മുടെ ഈ കഥയിലുള്ള മേരിയും അവർ രണ്ടാളും കുടുങ്ങിയിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? രണ്ടും ഒരുപോലെയാണോ? അല്ല വ്യത്യാസമുണ്ടല്ലേ? എങ്ങനെയൊക്കെയാണ് അല്ലേ? മുന്തിരിങ്ങയിലെ വാന്യ പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഉറക്കെ കരഞ്ഞും മാന്തൽ തിന്ന മേരി മാന്തളിന് ഒറ്റക്കണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടിയുമാണ് രക്ഷപ്പെടുന്നത് അല്ലേ. മേരി എങ്ങനെയാണ് ആ ചോദ്യത്തിൽ നിന്ന് അല്ലേ മാന്തൾ മരം മുളക്കുമെന്നുള്ള ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അല്ലേ? മാന്തളിന് എന്താണ് ഒറ്റക്കണ്ണുള്ളൂ എന്ന് വിദഗ്ധമായിട്ട് പറഞ്ഞിട്ട് രസകരമായിട്ട് കൊഞ്ഞനം കാട്ടിയിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ്. അച്ഛനാണ് മുന്തിരിങ്ങ തിന്നയാൾ നാളെ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് വാന്യ സത്യം പറയുന്നതല്ലേ. തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ്? ഈ കുട്ടി തന്നെയാണ്, നമ്മുടെ മേരി എന്ന് പറഞ്ഞ കുട്ടിയാണ് എല്ലാ ചോദ്യങ്ങൾക്കും രസകരമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ട് അവൾ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിൽ നിന്ന് കഴിച്ചിലാവുന്നുണ്ടല്ലേ. നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതായത് നമ്മളെന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ്, അതായത് അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള മറ്റു ചില ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കെന്താണ് ഉത്തരം കണ്ടെത്താം. മേരിയുടെ വേഷം എങ്ങനെയുള്ളതാണ്? മേരിയുടെ, അതായത് ഈ കവിതയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. മേരിയുടെ വേഷം എങ്ങനെയുള്ളതാണ്? മേരി എങ്ങനെയുള്ള വേഷമായിരുന്നു ധരിച്ചത്? ഉത്തരം, പട്ടുകൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് മേരിയുടെ വേഷം അല്ലേ. ഇതല്ലേ മേരിയുടെ വേഷം? മേരിയുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ചോദിച്ചത്. 2nd ക്വസ്റ്റ്യൻ, എന്ത് ചെയ്തുകൊണ്ടാണ് മേരി വീട്ടിലേക്ക് വരുന്നത് അല്ലേ? വീട്ടിലേക്ക് എങ്ങനെയാണ് മേരി നടന്നു വരുന്നത്? മെല്ലെ മെല്ലെ നടന്നു വരുന്നത് എങ്ങനെയാണ്? ഉത്തരം, തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ടാണ് മേരി വരുന്നത്. 3, നാരങ്ങാരാജ്യത്തെ കൊച്ചുറാണി ആരാണ് അല്ലേ? നാരങ്ങാരാജ്യത്തെ കൊച്ചുറാണി ആരാണ്? ഉത്തരം, മേരി. ഈ കവിതയിലുള്ള കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം അല്ലേ. പര്യായ പദങ്ങൾ, അതായത് മുഖം എന്നുള്ള അതേ മീനിങ് വരുന്ന മറ്റ് 2 വേർഡ്സ് ഏതൊക്കെയാണ്, വാക്കുകൾ ഏതൊക്കെയാണ്? വദനം, ആനനം. ഇനി കരം എന്നുള്ളത് കൈ, പാണി. കൈ എന്നുള്ളതിനെ നമ്മൾ കരം എന്ന് പറയുന്നത്, അതുപോലെ പാണിയൊക്കെ സെയിം ആണ്. അതിൻ്റെ പര്യായ പദങ്ങൾ മറ്റൊരു വേർഡ്സ്. വിശ്വം എന്നുള്ളതിന് ലോകം, ജഗത്, ഇതൊക്കെ അതിൻ്റെ മീനിങ്സ് ആണ്. ഇങ്ങനെ ഏത് വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് മുഖം എന്നുള്ളതിന് പറയാം, കരം, കൈ എന്നുള്ളതിന് ഇത് പറയാം, ലോകം എന്നുള്ളതിന് വിശ്വം, ജഗത്ത് എന്നൊക്കെ പറയാം. അതേപോലെ പിരിച്ചെഴുതുക, മറച്ചൻ്റെ എന്നുള്ള വേർഡ്, ഈ വേർഡ് ഒറ്റ വേർഡിനെ നമ്മളിങ്ങനെ പിരിച്ചിട്ട്, അതായത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. മറച്ചൻ്റെ, മറച്ച് പ്ലസ് എൻ്റെ, മറച്ചൻ്റെ. കൂട്ടി എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് 2 കൂട്ടി എഴുതിയാൽ മറച്ചൻ്റെ എന്നായി. അപ്പോൾ ഇതിനെ പിരിച്ചെഴുതുക, മറച്ചൻ്റെ എന്നുള്ളതിനെ പിരിച്ചെഴുതൽ എങ്ങനെ? മറച്ച് പ്ലസ് എൻ്റെ, മറച്ചൻ്റെ. വാരിയെടുക്കും, ഈ വാരിയെടുക്കും എന്നുള്ളതിനെ പിരിച്ചിട്ട് 2 ആക്കി എങ്ങനെ എഴുതാം? വാരി പ്ലസ് എടുക്കും, വാരിയെടുക്കും. അതായത് 2 ആയിട്ട് മുറിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് വാരി പ്ലസ് എടുക്കും എന്നുള്ളതാണ് വാരിയെടുക്കും. ഞങ്ങളും ഓരോ, ഞങ്ങളും പ്ലസ് ഓരോ, ഞങ്ങളും ഓരോ. അപ്പോൾ കൂട്ടി എഴുതാൻ പറഞ്ഞാൽ ഞങ്ങളും പ്ലസ് ഓരോ എന്നുള്ളതിന് നമ്മളിങ്ങനെ കൂട്ടി എഴുതും, ഞങ്ങളും ഓരോ, വാരിയെടുക്കും, മറച്ചൻ്റെ, അങ്ങനെ കൂട്ടി എഴുതുക. ഇവിടെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഇത് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. കവിതയുടെ ആശയം എന്താണ്? കവിതയുടെ മീനിങ്, അതായത് ആശയം എന്താണെന്നുള്ളത് പറഞ്ഞു, ഇനി എഴുതിയിട്ടുമുണ്ട്. അതായത് ആ കവിത മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആശയം എന്താണ്, മീനിങ് എന്താണ്? അതായത് ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് മേരി അല്ലേ. എല്ലാ ചോദ്യങ്ങൾക്കും മേരിക്ക് മറുപടി ഉണ്ട്. പേര് ചോദിച്ചാൽ അവൾ പേരക്ക എന്ന് ഉത്തരം പറയും. ചോദിക്കുന്നവർക്ക് ഇത് കേട്ട് ചമ്മലുണ്ടാക്കും. എന്നാൽ നാണം കെട്ടു മടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അല്ലേ. നമ്മുടെ കവിതയുടെ ആശയമാണ് പേരെന്താ കുട്ടി? പേരക്ക. നാടേതാ കുട്ടി? നാരങ്ങ എന്നൊക്കെ പറയുന്നില്ലേ. ആ കവിത അർത്ഥമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ നാണം കെട്ടു മടങ്ങാതെ മേരിയുടെ നാട് ഏതെന്ന് അവർ ചോദിക്കും. അപ്പോൾ മേരി നാരങ്ങ എന്ന് ഉത്തരം പറയും. പിന്നീട് മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവുങ്ങിൻ കൂമ്പാള കൊണ്ട് കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിൻ്റെ മടൽ കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം. വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെപ്പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖം പൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും. ആ കുസൃതിപ്പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും.
ചുറ്റും നിന്ന് ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത്. ചോറിനെന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മീമി, അതായത് മീൻ ചുട്ടതാണ് അമ്മ തന്നതെന്നാണ് അവളുടെ മറുപടി. അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി. ഇതുകേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിൻ്റെ കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരമായി വന്നാലോ പെണ്ണെ എന്ന് ചോദിച്ചു. അതിനും അവൾ കൊഞ്ഞനം കത്തിക്കൊണ്ട് മാന്തളിനൊരു കണ്ണല്ലേയുള്ളൂ എന്ന് മറുപടി പറയുന്നു. ഏത് ചോദ്യത്തിന് രസകരമായി മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ലോകമാണ് ഈ കവിതയിലുള്ളത്. ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും എങ്ങനെയാണ്? നല്ല സംസാരിക്കുന്ന നല്ല കുസൃതിയായ കുട്ടികളാണ്. അതായത് അവർക്ക് ഏത് ചോദ്യത്തിനും അവർക്ക് അതിൽ നിന്നും കഴിച്ചിലാവാൻ കഴിയുമില്ലേ? അതിൽ നിന്ന് അവർ രക്ഷപ്പെടും. അവരുടെ കയ്യിൽ അതിനുള്ള മറുപടി ഉണ്ടാകും അല്ലേ? അതുപോലെ ഒരു കുട്ടിയാണ് മേരി. എല്ലാ ചോദ്യങ്ങൾക്കും അവൾക്ക് അതിൻ്റേതായ നല്ല കുസൃതിത്തരമായിട്ടുള്ള മറുപടിയാണ് അവളുടെ കൈകളിലുള്ളത്. നമ്മുടെ ഈ തോൽക്കില്ല ഞാൻ എന്നുള്ള കവിത ഈണത്തിൽ ചൊല്ലി അതിൻ്റെ ആശയവും നമ്മൾ വിശദമാക്കി, അതിലുള്ള ആക്ടിവിറ്റീസും പുറത്തുനിന്ന് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്സ് ക്ലാസ്സിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ മാത്സ് ക്ലാസ് 3 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതേപോലെ ഇംഗ്ലീഷും ഓരോ വേർഡ്സിലും അതിൻ്റെ മീനിങ് എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.